അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം റയത്ത് വാരി മലബാർ ചരിത്രത്തിലെ സാമ്പത്തിക ശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മോട് ഈ വിഷയ സംബന്ധമായി സംവദിക്കുന്നത് ഡോക്ടർ അഭിലാഷ് മലയിൽ സാറാണ്. അധ്യാപകനും ചരിത്ര ഗവേഷകനുമായ സാറിൻ്റെ റയത്ത് വാരി എന്ന പുസ്തകത്തെ ആസ്പദമാക്കി മലബാറിൻ്റെ 18-19 നൂറ്റാണ്ടിലെ മലബാറിൻ്റെ സാമ്പത്തിക ക്രിയാവിക്രയങ്ങളെക്കുറിച്ചും അതിനോടനുബന്ധിച്ച് ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. സാർ, ഈ റയത്ത് വാരി അല്ലെങ്കിൽ 18-19 നൂറ്റാണ്ട് കാലഘട്ടത്തിലെ മലബാറിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ചരിത്രങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയാം. സാമൂഹിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകി, രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടൊക്കെ ചരിത്രപരമായിട്ടുള്ള പഠനങ്ങളും പുസ്തകങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. സാറിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, പഠനത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അത് എക്കോണമിക് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ചരിത്ര പഠനമാണ്. അതിൻ്റെ ഒരു പ്രത്യേകമായൊരു പ്രാധാന്യം, അങ്ങനത്തെ കൂടുതൽ പഠനങ്ങൾ വരേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. കാരണം ഏത് സമൂഹത്തെക്കുറിച്ച് എടുത്തു നോക്കിയാലും അതിൽ സമ്പത്ത് അതിനോട് കേന്ദ്രീകൃതമായിട്ടാണ് അതിൻ്റെ രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള ജീവിതമൊക്കെ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഈ എക്കോണമിക് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ചരിത്ര പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഈ സദസ്സിലൊന്ന് വിശദീകരിച്ചു കൊടുക്കാമോ? എത്രയും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ഒരു വേദിയിൽ വരാൻ പറ്റിയതിലുള്ള ഏറ്റവും അധികമുള്ള സന്തോഷം എല്ലാവരോടും ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ ഒരു മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു ചെറിയ പുസ്തകത്തിൻ്റെ പേരിൽ ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു. അതിൻ്റെ മുമ്പിൽ, നിങ്ങളുടെ ക്ഷണത്തിൻ്റെ മുന്നിൽ, ഈ അവസരത്തിൻ്റെ മുന്നിൽ വലിയ നിലയ്ക്ക് ഞാൻ വിനീതനാവുകയും ചെയ്യുന്നു. ഇനിയിപ്പം സഹോദരൻ റിഷാദ് ചോദിച്ച ചോദ്യം, അതിനെക്കുറിച്ച് പറയുമ്പം 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്നാമത്തത്, എക്കണോമിക് ഹിസ്റ്ററിയിൽ ഈ വിഷയത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 50 വർഷം, മലബാറിൻ്റെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 50 വർഷം, ഏതാണ്ട് 1800 മുതൽ 1857 വരെയാണ് എൻ്റെ പുസ്തകത്തിനകത്ത്, അല്ലെങ്കിൽ എനിക്ക് ആലോചിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. ഈ കാലത്തെക്കുറിച്ച് നമുക്ക് അനവധി പുസ്തകങ്ങളുണ്ട്. ഇത് ആരും കണ്ടെത്താത്തൊരു വൻകര ഒരാൾ സംഗതിവശാൽ കണ്ടെത്തുന്നതല്ല, മറിച്ച് വലിയ തരത്തിൽ മലബാറിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സാമ്പത്തിക ചരിത്രകാരന്മാർ ഏതാണ്ട് ഒരു 60 വർഷങ്ങളോളം നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്നൊരു മേഖലയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊക്കെ ഇപ്പോഴും ഒരു വിദ്യാർത്ഥി കണക്കെ വായിച്ചിരിക്കുമ്പോൾ ഈ പുസ്തകം എഴുതുന്നതിന് ഹേതുവായിട്ടുള്ളൊരു ചെറിയ കാരണമുണ്ടായി. ഈ വായനയ്ക്കകത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു വസ്തുത, ഇതിനകത്ത് മനുഷ്യരില്ല എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഈ വേദി ഒരുക്കിയിരിക്കുന്ന ഈ സ്ഥലം അത്യന്തം പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് മലബാർ കലാപങ്ങൾ എന്ന് വിളിക്കുന്ന പ്രതിഭാസം ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം, 1921 അതിൻ്റെ പ്രകടനം, അതിൻ്റെ പൊതുവായിട്ടുള്ള പ്രകടനം അവസാനിച്ചെങ്കിലും 1700കളുടെ അവസാനം മുതൽക്ക് ഏതാണ്ടൊരു 100 കൊല്ലം വളരെ കഠിനമായ കലാപത്തിൻ്റെ അനുഭവങ്ങൾ ഒരുവിധം എല്ലാ മനുഷ്യരിലുള്ള പ്രദേശങ്ങളാണിതൊക്കെ. പക്ഷെ ഇവിടെ ഈ ചാലിയാർ പുഴയുടെ തീരത്ത് 1 ഇഞ്ച് സ്ഥലം പോലും കൃഷി ചെയ്യാതെ ഇട്ടിട്ടില്ല. ഈ ഒരു കുന്നിൻ പുറമായിട്ടുള്ള ഈ സ്ഥലത്ത് പോലും ഇതൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള മലങ്ങളാണ്. ഇതിൻ്റെ മാർക്ക് ചെയ്തിട്ടുള്ള അതിർത്തി ഏതാണ്ട് 50, നമ്മളെക്കാളൊക്കെ പ്രായമുള്ള അതിർത്തിയായിരിക്കും ഈ ആർക്കും വേണ്ടാതെ കിടക്കുന്ന കുന്നിൻ പുറത്തുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കാം ഇത്രയധികം കലാപബാധിതമായ ദുരിതങ്ങൾ അനുഭവിച്ച, രാഷ്ട്രീയമായ ഓപ്പറേഷൻ അനുഭവിച്ച ഒരു സ്ഥലത്ത് ഇത്രമേൽ മനുഷ്യാധ്വാനത്തിൻ്റെ നിരന്തരമായ സ്വാധീനം നമ്മൾ കാണുന്നത്? ഈ തരത്തിൽ മനുഷ്യൻ ഈ സാമ്പത്തിക ചരിത്രത്തിനകത്ത്
എഴുതപ്പെട്ട സാമ്പത്തിക ചരിത്രത്തിനകത്ത് കാണുന്നില്ല എന്നും മനുഷ്യാധ്വാനം അത്യന്തം പ്രധാനപ്പെട്ടതാണ് എന്നും അതാണ് ഈ പറയുന്ന ചരിത്രത്തെ മുമ്പോട്ട് നയിക്കാൻ ഹേതുവാവുന്ന അനവധി കാരണങ്ങളിൽ ഒന്ന് എന്നും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. എന്നാൽ ഇതിൻ്റെ ചരിത്രം നമ്മളുടെ പരമ്പരാഗത സാമ്പത്തിക ചരിത്ര രചനാ പുസ്തകങ്ങളിലില്ല എന്നും മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ ചരിത്രം ഇല്ല എന്നും മറിച്ച് മറ്റു ചില ഘടനകളുടെ, പ്രത്യേകിച്ചും രാഷ്ട്രീയ ഘടനകളുടെ, സ്റ്റേറ്റിൻ്റെ ഒക്കെ ചരിത്രമാണ് നിലവിലുള്ള സാമ്പത്തിക ചരിത്രങ്ങൾക്കകത്ത് നിലനിൽക്കുന്നത് എന്നും എനിക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ മനസ്സിലാക്കലിൽ നിന്നാണ് ഈ തരത്തിൽ പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ചെറിയൊരു കഥ കൂടെ പറയാം. 1840 ഹ്യൂഗ് ക്ലക്ക്ഹോൺ എന്ന് പറഞ്ഞിട്ടുള്ള മലബാറിലെ ഫോറസ്റ്റ് കൺസർവേറ്റർ പലയിടങ്ങളിലും സിങ്കോണ ബാർക്ക് അല്ലെങ്കിൽ ഈ മലേറിയയിൽ നിന്ന് ഈ മനുഷ്യനെ ഏത് മരുന്നിനാണ് രക്ഷിക്കാൻ കഴിയുക എന്നുള്ളൊരു അന്വേഷണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് സിങ്കോണ പെറൂവിയൻ ബാർക്ക് എന്ന പേരിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതെങ്ങനെയാണ് നട്ട് നനച്ച് ഉണ്ടാക്കുന്നത്, ആ പ്രക്രിയ ഏതറ്റം വരെ മുമ്പോട്ട് പോയിട്ടുണ്ട് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഹ്യൂഗ് ക്ലക്ക്ഹോൺ ഈ ചാലിയാർ പുഴയിലൂടെ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഒരു തോണിക്കാരനുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം തോണിക്കാരുണ്ട്. അപ്പോൾ ചാലിയാർ പുഴയിലൂടെ യാത്ര ചെയ്യുമ്പം ഒരു പ്രത്യേക പ്രദേശത്ത് എത്തിയ സമയത്ത്, അത് നിലമ്പൂരിനടുത്തുള്ള മമ്പാടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അവിടെ എത്തിയ സമയത്ത് അദ്ദേഹം കാണുകയാണ് പുഴയുടെ രണ്ട് ഭാഗത്തും ചപ്പങ്ങം അല്ലെങ്കിൽ പതിമുഖം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു മരം വ്യാപകമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നു. എന്തിനായിരിക്കാം ഈ സപ്പാൻ വുഡ് എന്ന് പേരായിട്ടുള്ള സാധാരണ വളരെ തുച്ഛമായി മാത്രം കച്ചവടത്തിൽ ഏർപ്പെടാവുന്ന അല്ലെങ്കിൽ കച്ചവട ചരക്കായി വിൽക്കാൻ കഴിയുന്ന ഈ ചപ്പങ്ങ മരങ്ങൾ എന്തിനാണ് മറ്റെവിടെയും കാണാത്ത തരത്തിൽ ഈ ചാലിയാർ പുഴയുടെ തീരത്ത് കൃഷി ചെയ്യുന്നത് എന്ന് ഈ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനൊരു സംശയം ഉണ്ടാവുകയും അദ്ദേഹം ഒരു ബൊട്ടാണിക്കൽ സയൻറ്റിസ്റ്റ് കൂടിയാണ്. അദ്ദേഹം തൻ്റെ തോണിക്കാരോട് ചോദിക്കുകയും തോണിക്കാരൊരു ഉത്തരം പറഞ്ഞു. കാരണം ഈ സ്ഥലം മുഴുവൻ നിലമ്പൂർ തിരുമുൽപ്പാടിൻ്റെ സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഞങ്ങൾ ചപ്പങ്ങം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞങ്ങളെ കുടിയിറക്കുമ്പോൾ ഈ നട്ട് നനച്ചുണ്ടാക്കിയിട്ടുള്ള 4 ഉഭയങ്ങൾ കുഴിക്കൂറ് ചമയങ്ങൾക്ക് നഷ്ടപരിഹാരം കോമ്പൻസേഷൻ ജന്മിക്ക് തരാൻ ജന്മി ബാധ്യസ്ഥനാണ്. അങ്ങനെ ഈ കോമ്പൻസേഷൻ ജന്മി തരുമ്പോൾ ആ കോമ്പൻസേഷൻ്റെ എമൗണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഈ പുഴയുടെ 2 കരകളിലും ഒരു വനസദൃശ്യമായിട്ട് ഈ പതിമുഖത്തിൻ്റെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അതിന് വളവും വേണ്ട, വെള്ളവും വേണ്ട, അത് സ്വയമേവ വളർന്നുണ്ടാവുന്ന വൃക്ഷ സമുച്ചയങ്ങളായിട്ട് മാറും. ഇതുകൊണ്ട് ഞങ്ങളെ ഇവിടെ നിന്ന് കുടിയിറക്കാൻ വേണ്ടി ജന്മിക്ക് കഴിയില്ല എന്നുള്ളത്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം ഇത് കാണിക്കുന്നത് അധ്വാനത്തിൻ്റെ, പ്രവൃത്തിയുടെ നിരന്തരമായിട്ടുള്ള വിനിയോഗം എല്ലാ തരത്തിലുള്ള ഓപ്പറേഷനെതിരായിട്ടുള്ള ഒരു സാധാരണ ബാരിക്കേഡായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തരം ഒരു മനസ്സിലാക്കലിലാണ് അല്പം വ്യത്യാസപ്പെട്ട ഒന്നായിട്ട് ഈ പുസ്തകം അനുഭവപ്പെടാനുള്ള കാരണം. അതെ, 1792 മലബാറിൻ്റെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തെ മാറ്റിക്കുറിച്ചൊരു പ്രധാനപ്പെട്ടൊരു വർഷമാണ്. അന്ന് ടിപ്പുവിൻ്റെ കീഴിൽ നിന്ന് മലബാർ എന്ന് പറയുന്ന ഒരു പ്രസിഡൻസി, ഒരു രാജ്യം, ഒരു മേഖല, അത് പൂർണ്ണമായിട്ടും ബ്രിട്ടൻ്റെ കീഴിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പും ഈ മലബാറിലെ ജനങ്ങൾ പിന്നെ നികുതിയും കപ്പവും ഒക്കെ കൊടുത്ത് പരിചയിച്ച ആളുകളാണ്. ഇപ്പം ഹൈദരാലിയും അതുപോലെ ടിപ്പു സുൽത്താൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ നമ്മുടെ വടക്കൻ മലബാറും തെക്കൻ മലബാറും നസറാനയും അതുപോലെ തന്നെ മൻസബുദാരിയൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് നികുതിയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ റൈറ്റ്സ് വാരി എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് മാറുന്നുണ്ട്. ഈ റൈറ്റ് വാരി എന്നുള്ളത് മൻസബ്ദാരിയുടെ ഒന്നുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണെന്ന് സാറിൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ വായിച്ചത് ഓർക്കുന്നു. അപ്പോൾ 1792 മുമ്പും 1792 ശേഷം മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വരുന്ന ആ ഒരു സമയത്തും ഈ മലബാറിലെ കർഷകർ അവർ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഈ 2 മോഡലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ അനുഭവിച്ചിട്ടുള്ളത്? അത്യന്തം പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അത് ഒരു ചെറിയ സമയത്തിനുള്ളിൽ അത് വിശദീകരിച്ച് ബോധ്യപ്പെടുത്താനാവുമെന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. എങ്കിലും അതിനോട് ഒരു ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മലബാറിൽ
ഭൂനികുതി അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് എന്ന് പറയുന്നത് 1766 മൈസൂരിൽ നിന്ന് ഹൈദർ അലി ഇവിടേക്ക് രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് പ്രാക്ടീസായിട്ട് നിലവിലില്ലായിരുന്നു. ഇത് ആദ്യമായി ഞാൻ പറയുന്നതല്ല. മലബാറിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ള ഇതുവരെ മലബാറിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ള അനവധിയായിട്ടുള്ള ചരിത്രകാരന്മാർ പറയുന്ന ഒരു വസ്തുത, വ്യക്തിഗതമായ ഭൂനികുതിയുടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള പിരിവ് രീതികൾ മലബാറിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിങ്ങളൊരു സംശയമുണ്ട്. ഞാൻ ആ സംശയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നികുതിയും പാട്ടവും തമ്മിലുള്ള, ടാക്സും റെൻറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അത് നമുക്ക് പിന്നീട് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള നികുതി പിരിവ് സമ്പ്രദായങ്ങൾ ഇല്ലായിരുന്നു. വൈയക്തികമായിട്ടുള്ള നികുതി, ഒരു ഹോൾഡർ അല്ലെങ്കിൽ ഒരു കൈവശക്കാരൻ ആ കൈവശ വസ്തുവിൻ്റെ വലുപ്പത്തിൻ്റെയോ അവിടെ നിന്നുള്ള ഉൽപ്പാദനത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു ഭാഗം സ്റ്റേറ്റിന് പങ്കുവെച്ച് കൊടുക്കുന്ന ഏർപ്പാട് മലബാറിലില്ലായിരുന്നു. ഹൈദർ അലിയുടെ സ്റ്റേറ്റ് അതിനെ ഖുദാദാദ് ഈ സർക്കാർ എന്നാണ് ഹൈദർ അലി വിളിച്ചിരുന്നത്. പിന്നീട് ടിപ്പുവും വിളിച്ചിരുന്നത് ഗോഡ് ഗിവൺ സ്റ്റേറ്റ് എന്നാണ്. അത് വളരെ രസകരമായിട്ടുള്ളൊരു പേരാണ്. കാരണം മറ്റേ പല പേരുകളും ആ കാലത്തെ ഇസ്ലാമിക സ്റ്റേറ്റ് ക്രാഫ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ആവാമായിരുന്നു. പക്ഷേ അവരതിന് കൊടുത്തിട്ടുള്ള പേര് ഗോഡ് ഗിവൺ സ്റ്റേറ്റ് എന്നാണ്. കാരണം അതിനകത്ത് ഹൈദർക്ക് തന്നെ വലിയ അത്ഭുതങ്ങളുടെ, ഹൈദർ ഒരു സൂഫി ആയിരുന്നു എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പം എന്ത് തന്നെയായാലും അവരതിനെ അങ്ങനെയാണ്. കാരണം അതിനകത്തൊരു അത്ഭുതമുണ്ട്. ഒരു ചെറിയ പടയാളിയായിട്ടുള്ള ഒരു കുതിരപ്പടയാളിയായിട്ടുള്ള ഹൈദർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ദളവയായിട്ട് ഉയരുകയും നൈബ് സുൽത്താനായിട്ട് ഉയരുകയും പിന്നീട് നവാബായിട്ട് ഉയരുകയും അദ്ദേഹം തൻ്റെ നവാബത്ത് എല്ലാവരും സദസ്സ് തന്നെ ഇരിക്കുക. സദസ്സിൻ്റെ ആ ഒരു ഫ്ലോ, അത് ചെറിയ ജീവികളാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളല്ല. അതങ്ങനെ അധികം വൈക്കും പോയിക്കോളും. എല്ലാവരും ഇരിക്കുക, സദസ്സ് തന്നെ ഇരിക്കുക. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക ചരിത്രത്തിൻ്റെ വിശദീകരണം കേൾക്കുമ്പോൾ അത് എല്ലാതരം മനുഷ്യനും തെരുക്കകളും എല്ലാതരം ജീവി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും അത് ബോറുണ്ടാക്കും എന്നുള്ളതാണ്. അതിന് ആദ്യം ബോറായതുകൊണ്ട് അത് ആദ്യം നമ്മുടെ വേദി, ഈ മജ്ലിസ് ആദ്യം പിരിഞ്ഞു പോകുന്നത് ആ ചേരയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹൈദരാണ് ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈദർ ഇൻട്രൊഡ്യൂസ് ചെയ്ത നികുതിയുടെ പരമപ്രധാനമായ പ്രിൻസിപ്പിൾ, നിങ്ങളുടെ കൈവശത്തിലിരിക്കുന്ന ഭൂമി അതിന് നിങ്ങൾക്ക് പട്ട ഉണ്ട് എങ്കിൽ, നിങ്ങൾ അതിൻ്റെ കൈവശാവകാശ രേഖ സ്റ്റേറ്റ് അംഗീകരിച്ചത് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങളും സ്റ്റേറ്റുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും അതിനെ കൗൾ എന്ന് വിളിക്കുകയും ആ കൗളിൻ്റെ പട്ടയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കൈവശാവകാശത്തിലുള്ള ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ ഉൽപ്പാദനത്തിൻ്റെ ഒരംശം അത് എണ്ണിത്തിട്ടപ്പെടുത്തുകയും അതിനെയാണ് നമ്മൾ പൈമാശി എന്ന് വിളിക്കുന്നത്. ആ പൈമാശിയുടെ അടിസ്ഥാനത്തിൽ അവിടെ എത്ര ഉൽപ്പാദനം ഉണ്ടാകാം എന്ന് കണക്കിലാക്കുകയും അതിനെയാണ് നമ്മൾ ജമാബന്ദി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒരംശം സ്റ്റേറ്റ് നിങ്ങളിൽ നിന്ന് വാങ്ങുകയും ഇങ്ങനെ വാങ്ങുന്നതിനെ നികുതി എന്ന് വിളിക്കുകയും ഈ വാങ്ങുന്ന നികുതി അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് നിങ്ങളുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ അംഗീകാരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് മലബാറിൽ, ഇത് ബ്രിട്ടീഷ് കാലത്തെ കൂടി ചേർത്തുകൊണ്ട് പറയുന്നതാണ്, വെളിയങ്കോട് ഉമർ ഖാസിയുടെ വളരെ പൗരുഷപ്പെട്ട ഒരൊറ്റ നികുതി നിഷേധത്തിൻ്റെ കേസ് മാത്രമേ നമ്മുടെ ചരിത്രത്തിലുള്ളൂ. നമ്മളുടെ സമരങ്ങളൊക്കെ നികുതി നിഷേധ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നില്ല, മറിച്ച് ഞാൻ വിചാരിക്കുന്നത് അത് പാട്ടത്തിനെതിരായിട്ടുള്ള സമരമായിരുന്നു എന്നുള്ളതാണ്. അതൊരു മറ്റൊരു വിഷയമാണ്, അതിലേക്ക് നമുക്ക് വരാം. ഈ ഹൈദരുടെ ഈ നിലയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട നികുതി പിരിവ് സമ്പ്രദായം അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് കൂടുതൽ സിസ്റ്റമാറ്റിക്കായി സുഘടിതമായ രീതിയിൽ നടപ്പിൽ വരുത്തുകയും ഇത് പിന്നീട് ആദ്യകാല ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണകൂടം ഇതേ നിലയ്ക്ക് ഇതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നികുതി സമ്പ്രദായത്തെയാണ് മൈസൂർ കാലത്ത് റയത്ത്വാരി എന്നും മൺട്രോയുടെ കാലത്ത് അതേ പേര് പോലും മൺട്രോ
മൈസൂരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ജമീന്ദാരി അല്ലെങ്കിൽ ബംഗാളിൽ നടപ്പിലാക്കിയിട്ടുള്ള നികുതി സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി റയത്വാരി നികുതി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത, അത് വൈയക്തികമായ നികുതി, വ്യക്തിപരമായ നികുതി കളക്ട് ചെയ്യാൻ സ്റ്റേറ്റിനെ അനുവദിക്കുന്നു. അത് ഉൽപാദനത്തിന് ആനുപാതികമായ നിലയിൽ നികുതി കളക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റിനെ അനുവദിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഉൽപാദനത്തിലുള്ള വർധനവിൽ നിന്ന് ആ വർധനവിന് ആനുപാതികമായ മെച്ചം സ്റ്റേറ്റിന് നികുതി എന്ന നിലയിൽ ലഭ്യമാക്കാൻ വേണ്ടി ഈ നികുതി പിരിവ് സമ്പ്രദായത്തിന് കഴിയുന്നു. മൂന്നാമത്തത്, ഇത് പണമാധ്യമത്തിലാണ് ഈ നികുതി സ്റ്റേറ്റ് എടുക്കുന്നത്. സാധനങ്ങളായിട്ടല്ല, മറിച്ച് പണമാധ്യമത്തിലാണ് ഈ നികുതി സ്റ്റേറ്റ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു പ്രദേശത്ത് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാർഷിക വ്യാപനത്തിൻ്റെ, സാമ്പത്തിക വ്യാപനത്തിൻ്റെ ഗുണഫലം കൂടി സ്റ്റേറ്റിന് ലഭിക്കുന്ന തരത്തിലുള്ള നികുതി പിരിവ് സമ്പ്രദായമായിരുന്നു റയത്വാരി. ഇത് ഹൈദരുടെ കാലത്തും ടിപ്പുവിൻ്റെ കാലത്തും കമ്പനിയുടെ ഭരണത്തിൻ്റെ ആദ്യ നാളുകളിലും ഏതാണ്ട് ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇത് ഉടമസ്ഥാവകാശം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുടർച്ചയായിരുന്നു. എന്നാൽ ഉടമസ്ഥാവകാശത്തിൽ നിന്ന് പുറത്തു നിർത്തപ്പെട്ടിരുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ഇടർച്ചയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോട് കൂടിയാണ് കോടതികൾ മുഖാന്തരമുള്ള നിയമനിർമ്മാണം വഴി ഉടമസ്ഥാവകാശത്തിൽ മാറ്റങ്ങൾ മലബാർ ജില്ലയിൽ വ്യാപകമായ നിലയിൽ സംജാതമാകുന്നത്. അതിൻ്റെ ആദ്യത്തെ 3-4 ഡിക്കേഡുകളിൽ നമുക്ക് ഹൈദരുടെ കാലത്തെ അതേതരം പിരിവ് സമ്പ്രദായങ്ങളും അതേതരം പിരിവ് യുക്തിയും അതേതരം നികുതി പിരിവ് സമ്പ്രദായം അല്ലെങ്കിൽ റയത്വാരിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് ആരാണോ നികുതിദായകൻ അദ്ദേഹത്തെയാണ് ഉടമയായിട്ട് പരിഗണിച്ചു കൊണ്ടിരുന്നത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം നമ്മൾ സംജാതമാകുന്നത് കാണാൻ കഴിയുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോട് കൂടിയിട്ടാണ്. അതായത് കമ്പനി ഭരണത്തിന് കീഴിൽ നിന്ന് ക്വീൻ വിക്ടോറിയയുടെ കീഴിലേക്ക് ഇന്ത്യയിലെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെച്ചൊഴിയുന്ന ഘട്ടത്തിലാണ് നമുക്ക് ഇവിടെയുള്ള ഭൂബന്ധങ്ങളിൽ, നികുതി പിരിവ് സമ്പ്രദായങ്ങളിൽ വലിയ ഒരു മാറ്റം കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ മാറ്റത്തോടത്തിൻ്റെ സന്ദർഭത്തിൽ തന്നെയാണ് കാർഷിക കലാപങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഈ ഒരു കലാപങ്ങളുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ, അവിടെ മാത്രമല്ല വടക്കൻ മലബാറിലുള്ള പല പ്രദേശങ്ങളിലും ഈ നിലയ്ക്കുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ ഉടമാവകാശത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെടുന്ന, ഉടമാഗ്രഹത്തിന് വിരുദ്ധമായി ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് സകലമാന വിലക്കുകളും ഏർപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമായി സ്റ്റേറ്റും അതിൻ്റെ പിണിയാളുകളും മാറുന്ന അവസരത്തിലാണ് ഈ കലാപങ്ങൾ ഉണ്ടാവുന്നത്. അത് വളരെ നിർണായകമായ രാഷ്ട്രീയമായ ഒരു ഇടർച്ച തന്നെയാണ്. സാറിപ്പോൾ സൂചിപ്പിച്ചല്ലോ, പിന്നെ ഹുദാദി സ്റ്റേറ്റ്, ഗോഡ് ഗീവൺ സ്റ്റേറ്റ്. നമ്മളെ ഈ മതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാൻ പറ്റും. ഈ സാറിപ്പോൾ പറയുകയും ചെയ്തു, ഈ ഹൈദർ, ടിപ്പു ഇവരൊക്കെ ഒരു സൂഫി ലെവലിൽ ജീവിതം നയിച്ച ആളുകളായിരുന്നു. അപ്പോൾ അവരുടെ കൺസെപ്റ്റ് ഏതാണ്ട് ഇസ്ലാമികമായിട്ടുള്ള ജൂരിസ്പ്രുഡൻസിനോട് അല്ലെങ്കിൽ ആ ഒരു പിന്നെ അക്കീദയോടെ, അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചിന്ത അവരുടെ രാഷ്ട്രീയത്തിലും കൊണ്ടുവന്നുള്ളതാണ്. അത് അവർക്ക് യഥാർത്ഥത്തിൽ കിട്ടിയത് വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹു നൽകുന്നതാണ്. വലിയ അധികാരം നൽകുന്നത് അള്ളാഹു തന്നെയാണ്. നിങ്ങൾ ഖുർആനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, വലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെയൊക്കെ അധികാരസ്ഥനായിട്ടുള്ള ആളുകൾ ആരാണ്? അള്ളാഹു ആണ്. സമ്പത്തിന്റെ കാര്യം പറയുമ്പോൾ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ നൽകുന്നതിൽ നിന്നാണ് നിങ്ങൾ ചെലവഴിക്കുന്നത്. അതായത് നിങ്ങൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്നതല്ല, നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം അള്ളാഹു നൽകുന്നതാണ്. യു ആർ ഓൺലി ദ കസ്റ്റോഡിയൻ ഓഫ് ഗോഡ്, നിങ്ങൾ ദൈവത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. യഥാർത്ഥത്തിൽ സമ്പത്ത് നൽകുന്നവൻ അള്ളാഹു ആണ് എന്നുള്ള ഒരു ഇസ്ലാമികമായ സൂഫി കൺസെപ്റ്റിൽ നിന്നാണ് ഇവരുടെ ഹുദാദി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗോഡ് ഗിവൺ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു മൈസൂർ രാജ്യം ആ ഒരു പേരിലൊക്കെ അറിയപ്പെടാനുള്ള കാരണം. സാറിപ്പോൾ സൂചിപ്പിച്ച് ഇങ്ങനെയുള്ള ഇടർച്ചകൾ അത് ഉണ്ടാക്കിയെടുത്തത് സ്റ്റേറ്റും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ മധ്യവർത്തികളായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. അത് അവരുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു കർഷകരുമായിട്ട്? ചില ആളുകൾ ഈ പട്ടേദാർ, അതായത് ഉടമസ്ഥാവകാശം എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്.
ഉടമസ്ഥാവകാശം കിട്ടാനും അത് മാറ്റി നിർത്തപ്പെടാനും ഈ സ്റ്റേറ്റും ഈ ഉദ്യോഗസ്ഥരും കണ്ടിരുന്ന മാനദണ്ഡം എന്തായിരുന്നു? ഇതും വളരെ സങ്കീർണമായൊരു ചോദ്യമാണ്. അതിൻ്റെ ഏറ്റവും ലളിതമായ രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള രീതിയിൽ അത് ആവിഷ്കരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റയത്ത് വാരി നികുതിയുടെ ഒരു പ്രത്യേകത, അത് വർദ്ധിക്കുന്ന ഉൽപ്പാദനത്തിൽ നിന്ന് സ്റ്റേറ്റിന് കൂടുതൽ നികുതി വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമ്പ്രദായമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മലബാറിൽ വർഷാവർഷം നികുതി വർദ്ധിച്ചു വരേണ്ട ആവശ്യമുണ്ട്. മറ്റെല്ലാ ഇൻഡിക്കേറ്റേഴ്സും സൂചിപ്പിക്കുന്നത്, ഞാൻ നേരത്തെ ക്ലഗ് ഹോണിൻ്റെ ഉദാഹരണം പറഞ്ഞു, ഈ ഏറനാട് വള്ളുവനാട്ട് താലൂക്കുകളിലെ കാർഷികമായ ഇൻറ്റൻസിറ്റിയുടെ ഉദാഹരണം പറഞ്ഞു. ഇതെല്ലാം കാണിക്കുന്നത് ഈ കാലത്ത് ഈ കമ്പനിയുടെ ഭരണകാലത്ത് മുഴുവൻ 1857 വരെ കാർഷിക വ്യാപനം നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജനസംഖ്യ ഏതാണ്ട് 3-4 ഇരട്ടിയായി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില മദ്രാസിൻ്റെ മറ്റെല്ലാ ജില്ലകളിലും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില താഴ്ന്നിരുന്നപ്പോൾ മലബാറിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില താഴ്ചയില്ലാതെ ഉയർന്ന നിലയിൽ തന്നെ നിലനിന്നു എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ സാങ്കേതികമായ വിശദാംശങ്ങൾ ഈ പുസ്തകത്തിനകത്ത് വിശദീകരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ റയത്ത് വാരിയുടെ തത്വം അനുസരിച്ചാണെങ്കിൽ ഇവിടെയുള്ള നികുതിയും വർദ്ധിക്കണം. പക്ഷേ ഇവിടെ കാണുന്നത് നികുതിയിൽ ഒരു വലിയ തരത്തിലുള്ള സ്റ്റാഗ്നേഷനാണ്, ഒരു വലിയ തരത്തിലുള്ള നിശ്ചലാവസ്ഥയാണ്. നികുതി ഏതാണ്ട് ഈ 50 വർഷക്കാലത്തോളമുള്ള സമയത്ത് 14 ലക്ഷത്തിനും ലക്ഷം ഉറുപ്പിയയ്ക്കും 16 ലക്ഷം ഉറുപ്പിയയ്ക്കും ഇടയിലാണ് നിൽക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങളിലും നികുതിയിൽ വർധന സാധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ മാറ്റങ്ങളും ഇവിടെ ലക്ഷ്യത്തിൽ കാണാൻ കഴിയുന്നു. പക്ഷേ നികുതി വർദ്ധിച്ച് കാണുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ മലബാറിലുണ്ട്. അപ്പം എവിടെയായിരിക്കാം ഈ തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉടമസ്ഥാവകാശത്തിൻ്റെ സാധ്യതയിൽ നിന്ന് അധ്വാനത്തിൻ്റെ ഫലം ഉടമസ്ഥാവകാശമായി പരിണമിക്കുന്നതിൽ നിന്ന് ഇവിടെയുള്ള സാധാരണ മനുഷ്യരെ തടസ്സപ്പെടുത്തിയ പ്രക്രിയ എന്തായിരിക്കാം? അതിനകത്ത് സ്റ്റേറ്റിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട്, യാതൊരു സംശയവുമില്ല. അത് മറ്റ് പഠിതാക്കളും കൂടെ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള വിഷയമാണ്. എനിക്ക് എൻ്റെ വളരെ പരിമിതമായ അന്വേഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, സ്റ്റേറ്റിനെ പോലെ തന്നെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു. അത് ഈ നികുതി പിരിവ് സമ്പ്രദായത്തിൽ മധ്യവർത്തികളായി പ്രവർത്തിച്ചിട്ടുള്ള ഇവിടെയുള്ള കമ്പനിയുടെ സഹചാരികളായിരുന്നു. അത് നികുതി പിരിവിൽ മേനോൻ എന്ന സ്ഥാനപ്പേരോടുകൂടി പ്രവർത്തിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അധികാരി എന്ന സ്ഥാനപ്പേരോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള സഹകാരികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ കോടതികളുടെ സഹായത്തോടുകൂടി ജന്മിത്വം സ്വയമേവ ആർജിച്ചെടുത്തിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പുതിയ തരം ജന്മിമാരുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ ഈ കമ്പനിയെ പോലെ ഈ പ്രക്രിയക്കകത്ത് നിന്ന് ഉടമസ്ഥാവകാശത്തിൻ്റെ സാമൂഹ്യമായ വിതരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ ശക്തി ഉടമസ്ഥാവകാശമായി പരിണമിക്കുന്നതിൽ നിന്ന് വലിയൊരു സാമൂഹ്യ വിഭാഗത്തെ ഒഴിച്ചു നിർത്തുകയും പകരം അവരുടെ ചെലവിൽ ഈ തരത്തിലുള്ള സഹകാരി വർഗങ്ങൾ ശക്തി ആർജിച്ച്, പ്രത്യേകിച്ച് സാമ്പത്തികവും സാമൂഹ്യവുമായ ശക്തി ആർജിച്ച് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ചും അത് കമ്പനിയുടെ നികുതി പിരിവ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നാട്ടുകാരായ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഇതിനകത്ത് നിർണായകമായ പങ്കുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ സാമ്പത്തിക ചരിത്രത്തിലൊന്നും കമ്പനിയുടെ സഹകാരികളായി പ്രവർത്തിച്ച ഇവരെ സംബന്ധിച്ച് യാതൊരു പരാമർശവുമില്ല. കാരണം ഇത് പിൽക്കാലത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയോട് കൂടി രൂപം കൊണ്ടിട്ടുള്ള നമ്മളുടെ ദേശീയതയുടെ ചരിത്രാഖ്യാനത്തിൽ ഇത് ഒരു എക്സംഷനായി, ഇത് ഒരു ആകുലതയായി, ഇതൊരാശങ്കയായി, ഒരു പ്രെഡിക്കമെൻ്റായി വരും എന്നതുകൊണ്ട് ആരാണ് ഈ യന്ത്രത്തോക്കുകൾ പ്രവർത്തിപ്പിച്ചത് എന്നുള്ളത്, ആരാണ് കള്ളസാക്ഷി പറഞ്ഞത് എന്നുള്ളത്, ആരാണ് ബാരിസ്റ്റർമാരായി വക്കീലന്മാരായി പ്രവർത്തിച്ചത് എന്നുള്ളത്, ആരാണ് നമ്മളെയൊക്കെ കുടിയൊഴിച്ചത് എന്നുള്ളത് നമ്മൾ പറയാറില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ
അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതുതായി ശക്തി ആർജിച്ചു വരുന്ന തികച്ചും പരദേശി വിദ്വേഷപരമായിട്ടുള്ള ദേശീയതയുടെ ആഖ്യാനത്തിന് ഈ തരം വസ്തുതകൾ വിഘാതമായി തടസ്സമായി പ്രവർത്തിക്കും. അതിനകത്ത് ഇതൊരു പ്രെഡിക്കമെൻ്റ് ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയാറില്ല. പകരം നമ്മൾ പറയാറുള്ളത് നമ്മൾ സ്റ്റേറ്റിനും ജന്മിക്കും എതിരെ ഒരുപോലെ യുദ്ധം ചെയ്തു എന്നുള്ള ഒരു കഥയാണ്. അതിനകത്ത് ഒരു ചെറിയ പ്രശ്നം എൻ്റെ കാഴ്ചപ്പാടിൽ പതിയിരിക്കുന്നുണ്ട്, ഞാൻ വിചാരിക്കുന്നുണ്ട്. സമരം പാട്ടത്തിനെതിരായിട്ടായിരുന്നു. നികുതി കൊടുത്ത ആളുകൾ ആരും നികുതിക്കെതിരെ സമരം ചെയ്തിട്ടില്ല. ഈ നികുതി കൊടുക്കാതെ അധ്വാനം മാത്രം കൈമുതലായി ഈ മലകളിലും മലനുരക്കുന്ന ചെകുത്താന്മാരെന്ന് ഉറൂബ് പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രിട്ടീഷുകാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഗൂഡല്ലൂരും പന്തല്ലൂരും ഒക്കെ കുഴിച്ചു വെച്ച സ്വർണ്ണഖനികളിൽ 1ഉം 2ഉം യുദ്ധങ്ങൾക്കിടയിൽ അവരത് ഉപേക്ഷിച്ചു പോയപ്പോൾ അവിടെ ഭാഗ്യം തിരയാൻ പോയിട്ടുള്ള അനേകരായിട്ടുള്ള നാമമാത്രം പോലും സ്വന്തമായി ഇല്ലാതെയുള്ള മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാർ ഇതിനെതിരെ നികുതി കൊടുത്തിരുന്നില്ല. നികുതി കൊടുത്തവരാരും ഈ അധികാരിമാരാരും നികുതിക്കെതിരെ, ഈ വലിയ ജന്മിമാരാരും നികുതിക്കെതിരെ സമരവും ചെയ്തിരുന്നില്ല. നികുതി കൊടുക്കാത്ത ആളുകളായിരുന്നു സമരത്തിൽ, നാടുകടത്തലിൽ, കൊലപാതകങ്ങളിൽ ഒക്കെ ഇരകളായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആഭ്യന്തരമായിട്ടുള്ള വൈരുദ്ധ്യമാണ്. ചിലർ ഭരണത്തിൻ്റെ കൂടെ നിൽക്കുകയും ചിലർ കമ്പനി ഭരണത്തിൻ്റെ കൂടെ നിൽക്കുകയും, ഇത് കമ്പനി ഭരണമാകാം, അതിനുശേഷം വന്ന ഭരണകൂടങ്ങളാകാം, ഭരണകൂടങ്ങളുടെ കൂടെ നിൽക്കുകയും അവസാനം ഇതിൻ്റെ സബ്ജക്റ്റ് ഹുഡിൻ്റെ എൻഡിലുള്ള മനുഷ്യരുടെ കൂടെ ഏറ്റവും അവസാനം മാത്രം പങ്കുകാരായി ചേരുകയും ചെയ്യുന്നു. അത് അവരുടെ പങ്കാളിത്തത്തിൻ്റെ ദീർഘചരിത്രത്തിൻ്റെ ഭാഗം മാത്രമാണ്. അത് നമ്മൾ പലപ്പോഴും നമ്മളുടെ ചരിത്രങ്ങളിൽ പറയാറില്ല. നമ്മളുടെ ചരിത്രത്തിൽ അത് പറയാതിരിക്കാനുള്ള കാരണം ഈ പുതുതായി ശക്തി ആർജിച്ചു വരുന്ന 20ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയോടുകൂടി ശക്തി ആർജിച്ചു വരുന്ന ദേശീയതയുടെ ഒരു വലിയ ബുൾഡോസിംഗ് ആയിട്ടുള്ള ഒരു ആഖ്യാനമുണ്ട്. ആ ആഖ്യാനത്തിന് ഇത്തരം എക്സംഷൻസ്, ഇത്തരം തിരുത്തലുകൾ വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളാരും അത് പറയാറില്ല. ഈ മലബാറിലെ പ്രധാനപ്പെട്ട നമ്മൾ ചരിത്രങ്ങളിൽ വായിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ടിപ്പു സുൽത്താൻ, മറ്റത് പഴശ്ശി രാജ. ടിപ്പു സുൽത്താനെ സംബന്ധിച്ചിടത്തോളം അവർ മലബാറിൽ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സാമൂഹിക സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ആളുകളാണ്. അതുപോലെ തന്നെ പഴശ്ശിരാജയും ഈ രാജ്യത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരടിച്ച ഒരു വ്യക്തിത്വം തന്നെയാണ്. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ഇവർ രണ്ടുപേരെയും വ്യത്യസ്ത രീതിയിൽ വായിക്കപ്പെടുന്നുണ്ട്. ടിപ്പു ഇവിടുത്തെ ജനങ്ങളെ കൊള്ളയടിച്ച് ഊറ്റിയ ഒരാളായിട്ടും, പഴശ്ശി ഈ രാജ്യത്തിൻ്റെ പഴശ്ശിയായിട്ട്, ഒരു വീരപുത്രനായിട്ടും ആഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതിലുള്ള വൈരുദ്ധ്യത്തെ സാർ എങ്ങനെയാണ് കാണുന്നത്? ചരിത്രം നിഷ്പക്ഷമായിട്ട് വായിക്കുകയാണെങ്കിൽ കുറവുകൾ രണ്ടാളടുത്തും ഉണ്ടാവാം, അതെല്ലാം കൂടി അപഗ്രഥിച്ചിട്ട് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ പഴശ്ശിയെക്കുറിച്ച് നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള എല്ലാതരം കഥകളുടെയും എല്ലാതരം ചരിത്ര വസ്തുതകളുടെയും ഏറ്റവും ആദ്യത്തെ ഒരു അടിസ്ഥാനമായിട്ട് ഞാൻ കാണുന്നത് K.M. പണിക്കർ, സർദാർ K.M. പണിക്കർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ചരിത്രകാരനായിരുന്നു, സാംസ്കാരിക നായകനായിരുന്നു, 2 കൈകൊണ്ടും എഴുതുന്ന ആളുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം നാട്ടുരാജ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങൾ ഇവിടെ നിന്ന് കളമൊഴിഞ്ഞു പോയതിനു ശേഷം അങ്ങനെയുള്ളൊരു നാട്ടുരാജ്യമാണ് ഇദ്ദേഹത്തിന് സർദാർ എന്നുള്ള പേര് കൊടുക്കുന്നത്. അദ്ദേഹം സർദാർ ആയതുകൊണ്ടല്ല, അതൊരു പദവി കണക്ക് ഏതോ ഒരു നാട്ടുരാജ്യം കൊടുത്തതാണ്. ഈ നാട്ടുരാജ്യങ്ങൾ ഒഴിഞ്ഞു പോയതിനു ശേഷം ഇതേ ആള് ഈ പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച സ്വതന്ത്ര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങൾക്ക് വേണ്ടി എടുത്ത പണി എന്താണോ അതൊക്കെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ അദ്ദേഹം ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടി ഇതേ പണി എടുക്കുന്നുണ്ട്. ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിലടക്കം അദ്ദേഹം നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഈ K.M. പണിക്കർ ആണ് ഈ പഴശ്ശിയെ വേട്ടയാടാൻ വേണ്ടി ഈ കാടുകളിലൊക്കെ, വടക്കൻ മലബാറിലെ കാടുകളിലൊക്കെ കാടേ ഗതിയായി പോയ പഴശ്ശി തമ്പുരാനെ വേട്ടയാടാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിട്ടുള്ള T.H. ബാബറുടെ അതേ വീട്ടിൽ, നെട്ടൂരുള്ള വീട്ടിൽ, ബ്രിട്ടീഷ് ബംഗ്ലാവിൽ ഇരുന്നുകൊണ്ടാണ് കേരള സിംഹം എന്നുള്ള ഈ നോവൽ K.M. പണിക്കർ എഴുതുന്നത്. ഈ ടിപ്പുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടിപ്പുവിനെ കുറിച്ച് നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള
ഈ ജി ശങ്കരക്കുറുപ്പാണ് കെ എം പണിക്കരുടെ ഏറ്റവും അടുത്ത അനുയായിമാരും ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ജി ശങ്കരക്കുറുപ്പ്. കവിയായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഈ സാംസ്കാരിക നായകനും സാഹിത്യകാരനും ഒക്കെയായിരുന്നു. ഇദ്ദേഹമാണ് ഈ ഹൈദർ അലിയെക്കുറിച്ചും ടിപ്പുവിനെ കുറിച്ചും ഏതാണ്ട് ആഖ്യായിക സമാനമുള്ള 2 ചെറിയ പുസ്തകങ്ങൾ 1929 മറ്റോ ചെറിയ പുസ്തകങ്ങളായി വായനാ സൗകര്യത്തിന് വേണ്ടി അടിച്ചിറക്കുന്നത്. ഈ പുസ്തകങ്ങൾ കെ എം പണിക്കരുടെ സ്വാധീനത്താലായിരുന്നു അടിച്ചിറക്കിയിട്ടുള്ളത്. ടിപ്പുവിനെ കുറിച്ച് നമുക്കുള്ള എല്ലാ ധാരണകളും, ഇപ്പം നമ്മൾ കേൾക്കുന്ന എല്ലാതരം ധാരണകളും ഉണ്ടായിട്ടുള്ളത് മാർക്ക് വിൽക്സ് എന്നും ഈ ഫ്രാൻസിസ് ബ്യൂക്കാനൻ എന്നും അറിയപ്പെടുന്ന 2 ഇംഗ്ലീഷ് എഴുത്തുകാരുടെ രചനകളിൽ നിന്നാണ്. മാർക്ക് വിൽസിനെ പ്രത്യേകമായി പറയേണ്ട ആവശ്യമുണ്ട്. മാർക്ക് വിൽസ് ഇംഗ്ലണ്ടിലെ, അതിലൊരു മറ്റൊരു കഥ കൂടിയുണ്ട്. ഈ ശ്രീരംഗപട്ടണം യുദ്ധങ്ങൾ, ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായിരുന്നോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഈ ഇംഗ്ലണ്ടിൽ തന്നെ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. ഈ യുദ്ധങ്ങൾ മുഴുവൻ വലിയ ലാഭമായിരുന്നു കമ്പനിക്ക്. ഈ നേടിയെടുത്ത സ്ഥലങ്ങൾ മുഴുവൻ അനന്തമായ സമ്പത്തിൻ്റെ വലിയ ഖനികളായിരുന്നു. ഇത് മുഴുവൻ കമ്പനിക്ക് ഇനി ടാപ്പ് ചെയ്യാൻ വേണ്ടി കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലണ്ടിലെ ഹൗസ് ഓഫ് കോമൺസിനെയും ഇംഗ്ലണ്ടിലെ പൊതു അഭിപ്രായത്തെയും ഇംഗ്ലണ്ടിലെ ഹൗസ് ഓഫ് ലോർഡ്സിനെയും ഒക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല അക്കാലത്തെ കമ്പനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാർക്ക് വിൽക്സിനെയും ഫ്രാൻസിസ് ബ്യൂക്കാനനെയും പോലുള്ള ആളുകൾ ഇംഗ്ലണ്ടിലെ ആളുകൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ചില പുസ്തകങ്ങൾ എഴുതിയിരുന്നു. ഞാൻ അതിൻ്റെ പേരുകളിലേക്കൊന്നും പോകുന്നില്ല. ഇതിനകത്ത് ആ കാലത്തെ അവരുടെ രാഷ്ട്രീയ താല്പര്യമായിരുന്നു എന്ത്, ഈ അവർക്ക് മുമ്പേ ഈ പ്രദേശങ്ങളൊക്കെ ഭരിച്ച ഭരണാധികാരികൾ അവരെക്കാൾ മോശമുള്ള, അവരോട് യാതൊരു തരത്തിലും താരതമ്യം പോലും സാധ്യമല്ലാത്ത അമിതാധികാരം മാത്രം പ്രയോഗിച്ചു കൊണ്ടിരുന്ന അന്ധരായിട്ടുള്ള ഡെസ്പോട്ടുകളായിരുന്നു എന്ന് സ്ഥാപിക്കേണ്ടത് അക്കാലത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ ആവശ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഇതേ മാർക്ക് വിൽസ് തന്നെ ഈ ശ്രീരംഗപട്ടണം യുദ്ധം കഴിഞ്ഞ് 1799 ടിപ്പു ഷഹീദായതിനു ശേഷം അവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണം തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഭരണം തുടങ്ങുമ്പോൾ ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു വിൽസ്. അവിടെയുള്ള ഭരണം എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ച് മൈസൂരിൻ്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകൾ വിൽസ് തയ്യാറാക്കുന്നത് നമ്മൾ വായിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ ടിപ്പു ഏറ്റവും മോഡലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മാതൃകയാക്കാവുന്ന ഒരു ഭരണാധികാരിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി, മദ്രാസിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി രചിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ടിപ്പുവിനെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാതൃകയായി, ഒഴിച്ചുകൂടാനാകാത്ത രാഷ്ട്രീയ മാതൃകയായി, ഒരുതരം ഇൻറ്റിമേറ്റ് എനിമിയായി ചിത്രീകരിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി എഴുതിയിട്ടുള്ള ആഖ്യാനങ്ങളിൽ ടിപ്പു വളരെ ഒഴിവാക്കേണ്ട, അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, ഒരിക്കലും മാതൃകയാക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളായി അവതരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വായിക്കാൻ ലഭ്യമായിട്ടുള്ളത് നമ്മുടെ ആദ്യകാല ചരിത്രകാരന്മാർക്ക് കെ എം പണിക്കരെ പോലെയുള്ള ഈ നമ്മളുടെ ചരിത്രത്തിൻ്റെ സ്വഭാവം തന്നെ നിർണ്ണയിക്കുന്ന തരത്തിൽ പാഠപുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളുകൾക്ക് ലഭ്യമായിട്ടുള്ളത് നിർഭാഗ്യവശാൽ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇംഗ്ലണ്ടിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളായിരുന്നു. അതല്ലാതെ ഇവരുടെ ഇന്ത്യയിലെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി എങ്ങനെ ഈ ഭരണം നടത്തിക്കൊണ്ടുപോകാൻ ഈ ഭരണാധികാരികളുടെ മാതൃകകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് വളരെ തിട്ടയോടുകൂടി എഴുതിയിട്ടുള്ള രേഖകളും പുസ്തകങ്ങളും മെമ്മോറിയലുകളും ഒന്നും തന്നെ നമ്മളുടെ പഠനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നിട്ടില്ല. അത് വന്നതിന് ചില ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. ബേർട്ടസ്റ്റൈൻ്റെ ഈ മൺറോയുടെ ബയോഗ്രഫിക്കകത്ത് മൺറോയും മൈസൂർ സുൽത്താൻമാരുടെ നികുതി പിരിവ് സമ്പ്രദായവും ഭരണക്രമവുമായിട്ടുള്ള ബന്ധത്തെ, അവ തമ്മിലുള്ള പരസ്പര സ്വാധീനത്തെക്കുറിച്ച് വിശദമായിട്ട് ഉപന്യസിച്ചിട്ടുണ്ട്. അതൊന്നും തന്നെ നമ്മളുടെ ഈ പൊതുബോധത്തിലെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അവിടെ നമുക്ക് ടിപ്പുവിനെ എപ്പോഴും ഒരു അപരനായിട്ട് കാണാനാണ്, ഒരു പരദേശിയായിട്ട് കാണാനാണ് നമുക്ക് താല്പര്യം. ഇംഗ്ലീഷുകാരെ പരദേശി, അപ്പോൾ ഈ പരദേശി വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന ഒരു ദേശീയതാഖ്യാനം നമ്മൾ സ്വീകരിക്കുകയും അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം നമ്മൾ തിരിച്ചറിയാതിരിക്കുകയും, ബ്രിട്ടീഷുകാർ പരദേശിയാണെങ്കിൽ അതേ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ടിപ്പുവിനെയും ഹൈദരെയും പരദേശിയായി
വ്യാഖ്യാനങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവുന്നു. ഇത് സൗത്ത് കാനറയിൽ കൂർഗിലൊക്കെ തന്നെ ഈ ടിപ്പുവിൻ്റെയും ഹൈദറിൻ്റെയും ഒക്കെ പേര് പോലും പൊതുസ്ഥലങ്ങളിൽ ഉച്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, വളരെ ഭ്രാന്തമായ ഒരുതരം ദേശീയതയുടെ ആവിഷ്കാരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാലമായി തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതിനെ അവരുടെ സ്ഥലകാലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വായന നമ്മൾ ഇനിയും നടത്താൻ മടിച്ചിരിക്കുന്നു. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ടെക്സ്റ്റ് ബുക്ക് സമാനം എല്ലാവരും വായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വായിക്കാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ള ഈ മുഖ്യധാര ആഖ്യാനങ്ങളാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന നമ്മുടെ ഈ മലബാർ, മധുര, തഞ്ചാവൂര് എന്നീ ഭാഗങ്ങളെയൊക്കെ അപേക്ഷിച്ച് നികുതി വളരെ കുറവായിരുന്നു. എന്നിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ അധികാരി വർഗത്തിനെതിരെ ഒരു സമരം ശക്തമായിട്ട് ഇവിടെ രൂപം കൊള്ളാനുള്ള കാരണം അതെന്തായിരിക്കും? അത് നികുതി കുറവാണെങ്കിൽ ജനങ്ങൾക്കൊന്നുകൂടി ഈസിനെസ് കിട്ടും എന്നുള്ള ഒരു വിഷയം ഉണ്ടല്ലോ. പക്ഷേ തീർച്ചയായിട്ടും വളരെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനായിട്ട് കണ്ടെത്തുന്ന ഒരു പുതിയ കണ്ടെത്തലല്ല ഇത്. ഈ വിവരങ്ങളൊക്കെ, ഈ പുസ്തകം എഴുതാൻ വേണ്ടി ഉപയോഗിച്ച വിവരങ്ങളൊക്കെ എത്രയോ കാലങ്ങളായി പൊതുമണ്ഡലത്തിൽ എല്ലാവർക്കും എടുക്കാൻ കഴിയുന്നത് പോലെ കിടക്കുന്ന വസ്തുക്കളായിരുന്നു. അപ്പോൾ അതിലാണ് ഇർഷാദ് സൂചിപ്പിച്ചതുപോലെ ഈ മദ്രാസിലെ മറ്റെല്ലാ ജില്ലകളെയും അപേക്ഷിച്ച് പെർ ക്യാപിറ്റ നികുതി, പെർ ഏക്കറേജ് നികുതി, പെർ പട്ട നികുതി എന്നീ സ്കെയിലുകളിൽ മലബാർ ഏറ്റവും താഴെയാണ് നിന്നിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ കലാപങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിൽ ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു. നികുതി കൊടുത്തവരല്ല നികുതിക്കെതിരെ സമരം ചെയ്തത്, നികുതി കൊടുക്കാത്ത ആളുകളാണ്, നികുതി കൊടുക്കാൻ അധികാരമില്ലാതിരുന്ന ആളുകളാണ്, അവകാശമില്ലാതിരുന്ന ആളുകളാണ് നികുതിക്കെതിരെ സമരം ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമരങ്ങൾ നികുതിക്ക് മാത്രം എതിരായിട്ടുള്ളതായിരുന്നില്ല, മറിച്ച് ഇതിൻ്റെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള എതിർപ്പ് പാട്ടത്തിനെതിരായിട്ടായിരുന്നു. പാട്ടം എന്ന് പറയുന്നത് റെൻ്റാണ്. ഈ റെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി ആകുമ്പോഴേക്ക് ഈ റെൻറ്റ്, കോമ്പറ്റേറ്റീവ് റെൻറ്റ് എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള മത്സരാധിഷ്ഠിതമായിട്ടുള്ള പാട്ടമായിട്ട് മാറുകയാണ്. നിങ്ങൾ 10 രൂപ നികുതി പാട്ടം കൊടുക്കുമ്പോൾ മറ്റൊരാൾ വന്ന് പറയുന്നു 11 രൂപ ഞാൻ നികുതി തരാം എന്ന് പറയുമ്പോൾ ഈ നികുതി, ഈ കുടിയായ്മ പൊളിച്ചെഴുതപ്പെടുകയും മേൽച്ചാർത്ത് എന്നുള്ള പേരിൽ നിങ്ങളെക്കാൾ കൂടുതൽ നികുതി പാട്ടം കൊടുക്കുന്ന ഒരാൾക്ക് സൂപ്പർ ലീസായിട്ട്, സൂപ്പർ ബിഡുകളായിട്ട് നിങ്ങളുടെ ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള റെൻറ്റിങ്ങിൻ്റെ പശ്ചാത്തലമാണ് ഇവിടെ നിലവിലുണ്ടായിരുന്നത്. ഈ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള റെൻറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ് ഇവിടെ നേടിയിട്ടുള്ളത് ഈ കാർഷികമായിട്ടുള്ള ഭൂപ്രഭുത്വമായിരുന്നു. സമരം കാർഷികമായിട്ടുള്ള ഭൂപ്രഭുത്വത്തിൻ്റെ നിലനിൽപ്പിനെതിരായിട്ടായിരുന്നു. ആ നിലനിൽപ്പ് എന്ന് പറയുന്നത്, ആ ധനികത്വം എന്ന് പറയുന്നത് ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിലാകെ ദരിദ്രരെ സിസ്റ്റമിക് നിർമ്മിച്ചെടുത്തുകൊണ്ടായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ സിസ്റ്റമിക് ആയിട്ടുള്ള, നിങ്ങൾ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, ജന്മി സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ സമ്പത്ത് ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായി സിസ്റ്റമിക്കായി ഘടനയുടെ ഭാഗം അനിവാര്യത എന്ന നിലയിൽ ദാരിദ്ര്യം ഉണ്ടാക്കപ്പെടുന്നു. അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പായിരുന്നു മലബാറിലെ കലാപങ്ങൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഉണ്ടാക്കപ്പെടുന്ന ദാരിദ്ര്യത്തിൻ്റെ, ബോധപൂർവ്വം ഉണ്ടാക്കപ്പെടുന്ന ദാരിദ്ര്യത്തിൻ്റെ ശക്തി എത്രമേലുണ്ടെന്നറിയാൻ നമ്മൾ ലോഗനെ കുറിച്ച് ഒറ്റ കാര്യം കൂടെ പറയാനുണ്ട്. വില്യം ലോഗനെ 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു നിയുക്തമാക്കിയിരുന്നത് സ്പെഷ്യൽ കമ്മീഷനായിട്ട്. ഒന്ന് എന്തായിരുന്നു? മലബാറിലെ കുടിയാന്മാർ അവരുടെ കുടിയായ്മ ഭൂമിയിൽ നടത്തുന്ന ഇംപ്രൂവ്മെൻറ്റ്സ്, അതായത് ഈ പറയുന്ന നട്ട് നനച്ചുണ്ടാകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ചപ്പങ്കം പോലെ, ഈ വാഴ പോലെ, അല്ലെങ്കിൽ തെങ്ങ് പോലെ, കുരുമുളക് വള്ളി പോലെ, പ്ലാവ് പോലെ ഒക്കെ അവർ നട്ട് നനച്ചുണ്ടാക്കുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ അവരവിടെ പുതുതായി നിർമ്മിക്കുന്ന ചമയങ്ങൾ, കിണർ പോലെ, ഈ വേലി പോലെ, കുളങ്ങൾ പോലെ ഒക്കെ ഉണ്ടാവുന്ന ചമയങ്ങൾ, ഇങ്ങനെയുള്ള ഇംപ്രൂവ്മെൻറ്റ്സിന് ഏത് തരത്തിലാണ് ഇവരെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് എന്നതായിരുന്നു ഒരന്വേഷണ വിഷയം. അതിൻ്റെ റിപ്പോർട്ട് നമുക്കുണ്ട്.
രണ്ടാമത്തെ അന്വേഷണ വിഷയത്തിൻ്റെ റിപ്പോർട്ട് എവിടെ ഉണ്ടെന്നൊരു ചരിത്ര പഠിതാവെന്ന രീതിയിൽ എനിക്കറിയില്ല. രണ്ടാമത്തെ അന്വേഷണ വിഷയം എന്ന് പറയുന്നത് മലബാറിലെ മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകൾക്ക് അവർ മരിച്ചു കഴിഞ്ഞാൽ മറമാടാൻ വേണ്ടി എവിടെയൊക്കെ ഗ്രേവ് യാർഡുകൾ ഉണ്ടാക്കാം, അതിന് എന്താണ് തടസ്സമായി നിൽക്കുന്നത് എന്ന വിഷയമായിരുന്നു രണ്ടാമതായി അന്വേഷിക്കപ്പെട്ടിട്ടുള്ള വിഷയം. നമുക്കറിയില്ല ആ വിഷയം ലോകൻ എങ്ങനെയാണ് റിസോൾവ് ചെയ്തത്. ആ വിഷയം ലോകനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ആ വിഷയത്തിൻ്റെ ഉത്തരം എന്താണ് ഈ കളക്ടർ തൻ്റെ കുടിയായ്മ അന്വേഷണങ്ങൾ 3 വോള്യങ്ങളായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അനേകമായിട്ടുള്ള പഠനങ്ങൾക്ക് ആധാരമായിട്ട് ആ റിപ്പോർട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ മുസ്ലിം ഖബറിസ്ഥാനുകളുടെ ഈ ഖബറിസ്ഥാനുകളുടെ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നതിൽ എന്തൊക്കെയാണ് തടസ്സങ്ങൾ, അതെങ്ങനെ, ആ വിഷയം എങ്ങനെയാണ് ഇദ്ദേഹം പരിഹരിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നതിനുള്ള കാരണം ഈ നിലയ്ക്ക് ദാരിദ്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യമായ വേർതിരിവിൻ്റെ കണിശമായിട്ടുള്ള ഉൽപ്പാദനം മലബാറിലുണ്ടായിരുന്നു. അതിനെതിരായിട്ടായിരുന്നു സമരം. അതിന് പല സമയത്തും ബ്രിട്ടീഷുകാർ ഒരു കാഴ്ചക്കാർ മാത്രമായിരുന്നു. ഈ കൽത്തുറങ്കുകൾ, ഈ കള്ളസാക്ഷികൾ, ഈ കള്ളരേഖകൾ, ഈ നാടുകടത്തലുകൾ, ഇതിനൊക്കെ ബാരിസ്റ്റർമാരായി മധ്യവർത്തികളായി പ്രവർത്തിച്ചത് ഇവിടെയുള്ള ഇതിൻ്റെ സഹചാരികളായി പ്രവർത്തിച്ച ആളുകൾ തന്നെയായിരുന്നു. അത് നമ്മൾ ഇപ്പം മാത്രമല്ല, അത് നമ്മൾ പിന്നീട് പല ചരിത്രഘട്ടത്തിലും സ്വാതന്ത്ര്യാനന്തരം എന്ന് വിളിക്കപ്പെടുന്ന കാലത്തുള്ള പല ഘട്ടത്തിലും നമ്മളത് കണ്ടതാണ്. മലപ്പുറം ജില്ലാ രൂപീകരണത്തിൻ്റെ കാലത്ത് നമ്മളത് കണ്ടതാണ്. തളിയമ്പലത്തിലെ തീപിടുത്തത്തിൻ്റെ സമയത്ത് നമ്മളത് കണ്ടതാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള അവസരങ്ങളിൽ നമ്മൾ ഈ തരത്തിലുള്ള നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. ആ നിലപാടുകളാണ് ചരിത്രത്തിൽ മറന്നുപോയിരിക്കുന്നത്. ആ നിലപാടുകൾ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് ആഭ്യന്തരമായിട്ടുള്ള സംഘർഷങ്ങളെക്കുറിച്ച്, സങ്കീർണതകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് ഈ നിലയ്ക്ക് ഏകമാനമാക്കപ്പെട്ട ദേശീയത ശക്തമായി വരുന്ന കാലത്ത് പറയേണ്ടത് ഒരു ചരിത്ര പഠിതാവിൻ്റെ രാഷ്ട്രീയമായ ലക്ഷ്യം കൂടിയാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് എൻ്റെ പുസ്തകത്തിനകത്ത് ഈ തരം ഈ ആഭ്യന്തരമായ ആംബിവലൻസിൻ്റെ പല പൊസിഷൻസ് എനിക്ക് അല്പമെങ്കിലും ആവിഷ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞതും നിങ്ങളുടെ മുന്നിൽ അതൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് പറയുവാൻ വേണ്ടി കഴിയുന്നത്. ഇനി നമ്മൾ വൈൻഡപ്പിലേക്ക് കടക്കുകയാണ്. ഓഡിയൻസ് ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഈ വിഷയ സംബന്ധമായിട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. എനിക്ക് 2 ചോദ്യങ്ങളാണ് സാറേ. ഈ റൈറ്റ് വാരി സിസ്റ്റം സൗത്ത് ഇന്ത്യയിലായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ കേരളയിൽ, അതായത് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഭൂപ്രദേശങ്ങളിൽ റൈറ്റുകൾ ഉണ്ടായിരുന്നു? അതല്ല, അത് തമിഴ്നാട്, കർണാടക ഭാഗങ്ങളിലാണോ ഉണ്ടായിരുന്നത്? രണ്ടാമത്തെ ചോദ്യം, ഇതേപോലെ മഹൽവാരി സിസ്റ്റമുണ്ട് നോർത്ത് വെസ്റ്റേൺ ഭാഗങ്ങളിൽ. അതിൻ്റെ സവിശേഷത എന്തായിരുന്നു? റൈറ്റ് വാരിയിൽ നിന്ന് എങ്ങനെയാണ് ഈ മഹൽവാരി വ്യത്യാസപ്പെടുന്നത്? റൈറ്റ് വാരി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണങ്ങളിലൊന്ന് ഈ ഹൈദറുടെ, അതായത് മൺറോ ആണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്റ്റ്. മൺറോ ചെയ്തത് എവിടെയൊക്കെ കാരണം ഇവരുടെ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളുടെ പരിണതിയായിട്ടാണ് ഇവർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സൗത്ത് ഇന്ത്യയിൽ വലിയ, പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ധർമ്മപുരി പോലെയുള്ള, മലബാർ പോലെയുള്ള, കോയമ്പത്തൂർ പോലെയുള്ള, കൂർഗ് പോലെയുള്ള, നീലഗിരി പോലെയുള്ള, മൈസൂർ പോലെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ഈ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവർക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ മൈസൂർ ഭരണാധികാരികൾ ഇവിടെ എന്താണ് നടപ്പിലാക്കിയത് എന്നത് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണാധികാരികളുടെ ഒരു മോഡലായി മാറുന്നു. ആ മോഡൽ എന്താണെന്ന് അന്വേഷിച്ചു പോവുകയും അങ്ങനെയാണ് നമ്മൾ ഹൈദരുടെ നികുതി സമ്പ്രദായം, ഹൈദരുടെ മാത്രമല്ല, ഹൈദർക്ക് മുമ്പേ ചിക്കദേവരായർ എന്ന് പറയുന്ന 1707 ഈ മൈസൂരിലെ രാജാവായിരുന്ന, 729 വരെ എങ്ങാനാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. ആ കാലം മുതൽക്ക് തന്നെ ഈ റയ്യത്ത് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ കൾട്ടിവേറ്റർ എന്ന ഒരാൾ, അയാളാണ് നികുതിക്ക് സ്റ്റേറ്റിനോട് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. ഈ റയ്യത്താണ്. അങ്ങനെയുള്ള ഒരു നികുതി ദായകനായിട്ടുള്ള ഒരു ലീഗൽ പേഴ്സൺ സ്റ്റേറ്റുമായിട്ടുള്ള ബന്ധത്തിനകത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ഈ
കമ്പനിക്ക് പൂർവ്വമായിട്ടുള്ള സ്റ്റേറ്റുകൾ, പ്രത്യേകിച്ച് ഹൈദരുടെ സ്റ്റേറ്റും അതിനു മുമ്പ് ഉണ്ടായിരുന്ന വോഡയാർ സ്റ്റേറ്റും തിരിച്ചറിഞ്ഞിരുന്നു ഇത് യഥാർത്ഥത്തിൽ ഇവിടെയും നിൽക്കുന്നതല്ല. ഇത് മുഗൾ കാലത്ത് റയ്യത്തി എന്ന് വിളിക്കുന്ന ഈ ഇത്തരം കർഷകരുടെ വലിയ വില്ലേജുകളെ വിളിച്ചിരുന്നത് റയ്യത്തി വില്ലേജുകൾ എന്നായിരുന്നു. ആ കാലത്ത് അത് മറാത്തകളിലൂടെ ഇന്ത്യ എമ്പാടും വ്യാപിക്കുന്നുണ്ട്. ആ തരം വ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റുമായിട്ട് നികുതിയുടെ കാര്യത്തിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരു കർഷകൻ റയ്യത്തുണ്ടാവുന്നുണ്ട്. മലബാറിലും അത്തരം ഒന്നുകിൽ ഹൈദർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഹൈദരുടെ പൂർവമായി തന്നെ രൂപീകൃതമായിക്കൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയിലെ ഉടമസ്ഥാവകാശം റയ്യത്തുകളായി രംഗപ്രവേശം ചെയ്യുന്നു. അവരുമായിട്ട് ഹൈദരുടെ നികുതി പിരിവ് സമ്പ്രദായം, പ്രത്യേകിച്ചും അഷദ് ബേഗാന്റെ നികുതി പിരിവ് സമ്പ്രദായം ഡീല് ഒപ്പുവെക്കുന്നു. അത് കമ്പനി പിന്തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു രസകരമായ വസ്തുത, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മലബാറിലെ കർഷക സംഘം രൂപീകരിക്കുന്നതിൻ്റെ സമയത്ത് ആ കർഷക സംഘത്തിൻ്റെ ആദ്യത്തെ പേര് റയ്യത്തു സംഘം എന്നായിരുന്നു. ഇത് മദ്രാസിൻ്റെ മറ്റു പ്രദേശങ്ങളിലും ഇത് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ, റയ്യത്ത് ലാൻഡ്സ്കേപ്പിൻ്റെ തുടർച്ചയായി മലബാർ തീരവും നിലനിന്നിരുന്നു മൈസൂർ ഭരണത്തിൻ്റെ വ്യാപനത്തോടു കൂടി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടി വരും. മഹൽവാരി പ്രത്യേകിച്ച് ബോംബെയിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഇന്ത്യയിൽ കത്തിയവാട് പ്രോവിൻസിലൊക്കെ ഉണ്ടായിരുന്ന, വെസ്റ്റേൺ ഡെക്കാനിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഏർപ്പാടായിരുന്നു. മഹൽവാരിയുടെ പ്രത്യേകത ഇൻഡിവിജ്വൽ പെസൻ്റ് അല്ല, ഇൻഡിവിജ്വൽ കൾട്ടിവേറ്റർ അല്ല നികുതി കൊടുക്കുന്നത്, മറിച്ച് ഇത്തരം കൾട്ടിവേറ്റേഴ്സ് അടങ്ങിയിട്ടുള്ള കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വില്ലേജാണ്. അതിനെ അവർ തരഫ് എന്ന് വിളിച്ചിരുന്നു. അതിനെ പല പേരുകളിലും അറിയപ്പെട്ടിരുന്നു. ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, കർഷകരുടെ ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയാണ് ഈ നികുതിക്ക്, ഒരു പ്രദേശത്തെ നികുതിക്ക് നൽകാൻ ബാധ്യസ്ഥനായിട്ടുള്ള ലീഗൽ പേഴ്സണായിട്ട് പ്രവർത്തിക്കുന്നത്. ഇതാണ് മഹൽവാരിയും റയത്ത്വാരിയും തമ്മിലുള്ള പ്രാഥമികമായ വ്യത്യാസങ്ങളിലൊന്ന്. വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളെ പ്രസൻറ്റേഷൻ. രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, ഈ ഇവരുടെ ഈ ഹൈദരാലിയുടെ ഈ നികുതി നിർണ്ണയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് തരത്തിലുള്ള പ്രൊസീജിയേഴ്സാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് ഒന്ന്. പിന്നെ രണ്ടാമത്തത്, ഈ പൈമാഷിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വായിച്ചത് മോദി സ്ക്രിപ്റ്റിലാണ് ഇത് എഴുതപ്പെട്ടിരുന്നതെന്നൊക്കെ വായിച്ചു. അതിൻ്റെ ഒരു പിന്നെ നടക്കുന്ന ഒരു ജിനിയോളജി എന്ത്, ഏത് വർഷത്തിലാണ് നടക്കുന്നത്? പിന്നെ നമ്മളിപ്പോൾ ഈ മലയാളത്തിൽ കാണുന്നു, പിന്നെ ഇംഗ്ലീഷ്, ഇവരൊക്കെ എങ്ങനെയാണ് ഇതിനെ, അതിൻ്റെ ഒരു ജിനിയോളജി കൂടി പറഞ്ഞാൽ വലിയ സന്തോഷം. അപ്പം ഇതെനിക്ക് എന്നെ വിശദീകരിക്കാൻ ഒരു വലിയ അവസരം സയ്യിദ് അലവി തന്നതുപോലെയായി. നമ്മൾ തമ്മിലുള്ള ഒരു പിരിശത്തിൻ്റെ ഒരു തുടർച്ച കൂടിയാണത്. അപ്പം അത് ഒന്ന്, ഈ മോഡി സ്ക്രിപ്റ്റ്, നിങ്ങൾ കോഴിക്കോട് ആർക്കൈവ്സ് പോയി കഴിഞ്ഞാൽ അവിടെ 2 തരം പൈമാശി രേഖകളുണ്ട്. ഒന്ന് നമ്മൾ കാണുന്നത് 1840കളോട് കൂടി ലഭ്യമാകുന്ന പൈമാഷി ഷെഡ്യൂളുകൾ. അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും പൈമാഷി പുസ്തകം മലയാം തർജ്ജമ എന്ന്, മഹാരാഷ്ട്രകം കണക്കിൻ്റെ മലയാം തർജ്ജമ ബുക്ക് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവും. അപ്പം അത് മോഡി സ്ക്രിപ്റ്റിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും മോഡി സ്ക്രിപ്റ്റിൽ, അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ വരാം, മോഡി സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തപ്പെട്ട കണക്കുകൾ 1840കൾ മുതൽക്ക് മലയാളം സ്ക്രിപ്റ്റിലേക്ക് തർജ്ജമ ചെയ്തുണ്ടാക്കിയിട്ടുള്ള പുസ്തകങ്ങളാണ് മഹാരാഷ്ട്ര കണക്ക് മലയാം തർജ്ജമ ബുക്കുകൾ. അത് ആരാ തർജ്ജമ ചെയ്തതെന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. മറ്റൊന്ന് ഈ മോഡി സ്ക്രിപ്റ്റാണ്. മോഡി സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ 2 തരം ബ്രാഹ്മണന്മാരുണ്ട്. ഒരു കൂട്ടം ബ്രാഹ്മണരെ പൊതുവിൽ വിളിക്കുന്നത് ദേശസ്ഥ ബ്രാഹ്മണർ എന്നാണ്. കാരണം ഇത് കുന്നിൻ്റെ മുകളിൽ, വെസ്റ്റേൺ ഘാട്ടിൻ്റെ മുകളിൽ, ഡെക്കാൻ പ്രദേശത്ത്, ഈ സഹ്യാദ്രിയുടെ മുകൾ ഭാഗത്തുള്ള ഡെക്കാൻ പ്രദേശത്ത് ഉപജീവിക്കുന്ന ബ്രാഹ്മണ വിഭാഗങ്ങൾ. അതിൽ അനവധി അവാന്തര വിഭാഗങ്ങളുണ്ട്. അതിൻ്റെ കൂടെയുള്ള മറ്റൊരു വിഭാഗമാണ് കൊങ്കണസ്ഥ ബ്രാഹ്മണർ എന്നറിയപ്പെടുന്നത്. ഇവർ പ്രധാനമായും ചിത്പാവൻ ബ്രാഹ്മണന്മാരായിരുന്നു. ചിത്പാവൻ ബ്രാഹ്മണന്മാരെ കുറിച്ച് ഞാൻ പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ പലരെയും ഇപ്പോഴും അറിയാം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ക്രാഫ്റ്റുമായി, അല്ലെങ്കിൽ അക്കാലത്തെ രാഷ്ട്രീയ കിങ്ഡങ്ങളുമായി നിരന്തരമായ ബന്ധത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ഈ കൊങ്കണസ്ഥ ബ്രാഹ്മണന്മാർ. ഇവരെ പലപ്പോഴും റവന്യൂ ബ്രാഹ്മിൺസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇവരാണ് മഹാരാഷ്ട്രയിൽ ഈ മറാത്ത ഡിസ്പെൻസേഷനുകളുടെ കാലത്ത് നികുതി പിരിവുകാരായും നികുതിയുടെ കണക്കെടുപ്പുകാരായും പ്രവർത്തിച്ചിരുന്നത്.
നമ്മളെ അധികാരി മേനോൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇവർ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു മോഡി. ഈ മഹാത്മാ ജ്യോതിബ ഫുലെയുടെയൊക്കെ ആദ്യകാല രചനകൾ മോഡി സ്ക്രിപ്റ്റിലായിരുന്നു. ഇപ്പോഴാണ് അത് ദേവനാഗിരി അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ സ്ക്രിപ്റ്റായിട്ട് മാറിയത്. മുമ്പ് മോഡി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. മോഡിയുടെ ഒരു പ്രത്യേകത, കോഴിക്കോട് ആർക്കൈവ്സിലും സൗത്ത് ഇന്ത്യയിലെ മറ്റ് ആർക്കൈവുകളിലും ഒക്കെ കാണുന്ന മോഡിയുടെ ഒരു പ്രത്യേകത, മോഡിയുടെ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനവധിയായിട്ടുള്ള ഭാഷകൾ ഈ സ്ക്രിപ്റ്റ് കൊണ്ട് എഴുതാൻ വേണ്ടി പറ്റും. കന്നഡ ഭാഷ എഴുതാൻ വേണ്ടി പറ്റും, മഹാരാഷ്ട്ര ഭാഷ എഴുതാൻ വേണ്ടി പറ്റും. ഞാൻ മനസ്സിലാക്കുന്നത് മലയാളം അടക്കം ഈ മോഡി സ്ക്രിപ്റ്റ് കൊണ്ട് എഴുതാൻ വേണ്ടി പറ്റും. ഈ ഹൈദരുടെ നികുതി പിരിവ് സമ്പ്രദായത്തിൻ്റെ കാലാളുകളായി, അതിൻ്റെ പ്രവർത്തകരായി മഹാരാഷ്ട്ര ബ്രാഹ്മണന്മാർ വലിയ തോതിൽ സൗത്ത് ഇന്ത്യയിൽ ആകമാനം വ്യാപിച്ചിരുന്നു. ആ കൂട്ടർ മലബാറിലും പ്രവർത്തനത്തിലുണ്ടായിരുന്നു. അതിൽ ബ്രാഹ്മണരല്ലാത്ത മഹാരാഷ്ട്ര കണക്കറിയുന്ന ആളുകളും ഉണ്ടായിരുന്നു. ഇവരുടെ പൈമാശി അല്ലെങ്കിൽ റവന്യൂ കണക്കെടുപ്പ് നടത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു മോഡി. അതിൻ്റെ ഒരു പ്രത്യേകത, അത് നാട്ടുകാർക്ക് അത് മനസ്സിലാവില്ല, അതിനൊരു ഗൂഢ സ്വഭാവം ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളും അങ്ങനെയാണ്. ഒരു ഗൂഢ സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിന് അക്കാലത്ത് അതിൻ്റെ പൊളിറ്റിക്കൽ എക്സ്ക്ലൂസിവിറ്റി നിലനിർത്താൻ വേണ്ടി കഴിയായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മോഡി സ്ക്രിപ്റ്റ് ഉപയോഗിച്ചത്. ഇത് ഇപ്പോഴും കോഴിക്കോട് ആർക്കൈവ്സിൽ ലഭ്യമാണ്. ഇനി പൈമാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ എന്യൂമറേഷൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിന് 2 കമ്പോണൻസ് ഉണ്ട്. അതിലെ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് കാനാഷുമാരി എന്നുള്ള കമ്പോണൻ്റാണ്. കാനാഷുമാരി എന്നുള്ളത് ആളുകളുടെ കണക്കെടുക്കലല്ല, മറിച്ച് റവന്യൂ കേപ്പബിൾ ആയിട്ടുള്ള വസ്തുക്കളുടെ ഒരു ഇൻവെൻ്ററി തയ്യാറാക്കലാണ് ഈ കാനാഷുമാരി. അതിനകത്ത് ഒരു പ്രദേശത്ത് നികുതി പിരിച്ചെടുക്കാൻ സാധ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അതിൽ രേഖപ്പെടുത്തും. അത് മരംവെട്ടുകാരൻ്റെ മഴുവാണെങ്കിലും, മദ്യം വാറ്റുകാരൻ്റെ ചട്ടിയും കത്തിയുമാണെങ്കിലും, ചക്കാണെങ്കിലും, നെയ്ത്തുപകരണമാണെങ്കിലും ഒക്കെ അതിനകത്ത് നികുതി ലഭ്യമാകാൻ സാധ്യതയുള്ള വസ്തുക്കൾ എന്ന നിലയ്ക്ക് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത്തരം നികുതികൾ ഉണ്ടായിരുന്നു. അതിന് പോൾ ടാക്സ് എന്നും സയർ എന്നും മുതർഫ എന്നും ഒക്കെ വിളിക്കും. ആ തരം കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു കാനാഷുമാരി ഷെഡ്യൂൾ ഇതിൻ്റെ ഭാഗത്തുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ദഹജദ്ദ എന്ന പേരായിട്ടുള്ള മറ്റൊരു ഇൻവെന്ററി ഉണ്ടാവും. ഈ 2 ഇൻവെന്ററിയുടെ അടിസ്ഥാനത്തിൽ ഒരു റവന്യൂ യൂണിറ്റിൽ നിന്ന് പരമാവധി ലഭ്യമാക്കുന്ന നികുതി എത്രയാണോ അത് കണ്ടെത്തും. അതാണ് ജമ. അതിൽ നിന്ന് പിരിച്ചെടുക്കാൻ വേണ്ടി ആക്ച്വലി കഴിയുന്ന നികുതി, പിരിച്ചെടുക്കുന്ന നികുതി, അതാണ് ഹസിൽ. അപ്പോൾ ഇങ്ങനെ വിപുലമായ ഒരു തരം സ്റ്റാറ്റിസ്റ്റിക്കൽ എൻ്റർപ്രൈസ് ആയിരുന്നു ഈ പൈമാഷി എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് മുൻഹടൻ ഐസിയുടെ നേതൃത്വത്തിൽ രാജസ്ഥാനിൽ നടന്നിട്ടുള്ള ഇത്തരം എന്യൂമറേഷൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളുടെ സെൻസസിൻ്റെ പ്രീ ഹിസ്റ്ററിയെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ അതിനൊരു പ്രീ ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അത് ഈ തരത്തിലുള്ള പൈമാഷി എന്യൂമറേഷനിലാണ് ഉള്ളത് എന്നുള്ള വാദം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അത്യന്തം പ്രധാനപ്പെട്ട ദസ്തൂറുകളായിരുന്നു, പ്രൊസീജിയേഴ്സ് ആയിരുന്നു, പ്രോട്ടോകോൾസ് ആയിരുന്നു ഈ റവന്യൂ എസ്റ്റിമേഷന് വേണ്ടി ഉണ്ടായിരുന്നത്. ഓരോ ഇഞ്ച് സ്ഥലവും അവർ അതിൻ്റെ ഇനം തിരിച്ച് അതിലെ വസ്തുക്കളുടെ എണ്ണം കണക്കെടുത്ത് പട്ടികപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഈ സെഷന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും സാറിൻ്റെ ഇൻട്രാക്ഷൻസൊക്കെ നമുക്ക് കോളേജിലും മറ്റു പരിപാടികളിലൊക്കെയായിട്ട് വെക്കാം. നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് ഈ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കൂടി ഈ ചർച്ചയുടെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടും. സാറ് വളരെ എഫേർട്ട് എടുത്ത് ഒരുപാട് റെഫറൻസുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു ഗ്രന്ഥമാണ് ഈ റയത്വാരി എന്ന് പറയുന്ന പുസ്തകം. സാറിൻ്റെ നമ്മുടെ BKF-മായി സഹകരിച്ചതിന്, നമ്മോട് സംവദിച്ചതിന് ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഓഡിയൻസിനും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും.